ഇനി ലേബി സജീന്ദ്രനിലേക്ക് കടമ്പ്രയാറിൻ്റെ അവസ്ഥ പറയും. ലേബി, കടമ്പ്രയാറിൻ്റെ അവസ്ഥ, അവിടെ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറുടെ നേരത്തെയുള്ള പ്രതികരണം കണ്ടിരുന്നു. കോളിഫോം ബാക്ടീരിയ അളവിൽ കൂടുതൽ ആറിൽ വന്ന് അടിയുന്നു. രാവിലെ മഞ്ഞ നിറത്തിൽ ഒഴുകുന്ന കടമ്പ്രയാർ, അതാണ് അയാൾ പറഞ്ഞത്. എന്താണ് അവിടുത്തെ സ്ഥിതി? സ്മൃതി, എറണാകുളം ജില്ലയിലെ മാലിന്യത്തെക്കുറിച്ച്, ജലാശയ മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് പെരിയാറിലെ രാസമാലിന്യമാണ്. അപ്പോൾ അവിടുത്തെ ജൈവമാലിന്യവും രാസമാലിന്യവും ഒക്കെ നിരന്തരമായി വാർത്തകളിൽ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഇക്കുറി അത് മാറ്റിവെച്ച് അത്രത്തോളം ശ്രദ്ധ തിരിയാത്ത കടമ്പ്രയാറിലേക്ക് നമ്മൾ വന്നത്. ഈ കടമ്പ്രയാറിൽ നമ്മൾ മറ്റ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ജൈവമാലിന്യത്തിന്റെ നിക്ഷേപമല്ല ഇവിടുത്തെ അപകടം. ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, മഞ്ഞ നിറത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത്. ഒരു കാലത്ത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ശുദ്ധജലം ഒഴുകുന്ന നദിയായിരുന്നു ഇത്. ശുദ്ധജല സ്രോതസ്സാണ് ഇത്തരത്തിൽ ഈ ശുചിമുറി മാലിന്യത്തിന്റെ ഒരു കേന്ദ്രമായി, നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലെയും ഏകദേശം 5 പഞ്ചായത്തുകൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കടമ്പ്രയാർ ടൂറിസം പദ്ധതി കൊണ്ടുവന്നൊരു പ്രദേശമാണ്. ഇത് കുന്നത്തുനാട് പഞ്ചായത്താണ്. കുന്നത്തുനാട് പഞ്ചായത്തും അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭയും ഒക്കെ ഉൾപ്പെടെ 5ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുറ്റിയാണ് കടമ്പ്രയാർ ഒഴുകുന്നത്. ഇതിലേക്ക് ഇതിന്റെ കൈവഴികളിലേക്കെല്ലാം ശുചിമുറി മാലിന്യം നേരിട്ട് നിക്ഷേപിക്കുന്നു. അടുത്തിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും ഗുരുതരമായ അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ ജലസ്രോതസ് കടമ്പ്രയാറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ തുടർന്നാണ് കേന്ദ്ര ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഇടപെടലും വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർക്കൊക്കെ വലിയ പരാതിയാണ് ഇത് സംബന്ധിച്ചുള്ളത്. ഇവിടെ ഈ മാലിന്യം നിക്ഷേപിക്കാൻ ഒരു മടിയും ആർക്കും ഇല്ലല്ലേ? ഇല്ല. ഇവിടെ ഈ കടമ്പ്രയാർ പദ്ധതി വന്നിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളമായി. ഇതുവരെയായിട്ട് ഇതിന് യാതൊരു വികസന പ്രവർത്തനങ്ങളിലേക്ക് ഇത് വന്നിട്ടില്ല. ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഈ ടൂറിസം പദ്ധതിയെ പിന്നാക്കം കൊണ്ടുപോകുന്നത് ഈ ജലസ്രോതസ് ഇങ്ങനെ ഇത്രത്തോളം മാലിന്യം നിറഞ്ഞത് തന്നെയാണ്. അതെ. ഈ പുഴയെല്ലാം ഇങ്ങനെ പോളയും പായലും ഒക്കെ പിടിച്ചു കിടക്കുകയാണ്. ധാരാളം പേര് ഇതിനകത്ത് നിന്ന് മീൻപിടുത്തം ഉപജീവനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു. ഇപ്പൊ ഈ പോളയും പായലൊക്കെ നീക്കം ചെയ്യാത്തതുകൊണ്ട് അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ല. അത് അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത്. ടൂറിസം പദ്ധതി, സ്മൃതി, നമ്മൾ ഈ കടമ്പ്രയാർ ടൂറിസം പദ്ധതിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഇദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകുന്നതും അതിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരാൻ കാരണം, നേരത്തെ ഒരു കൈവഴിയിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ആ ഓട്ടോറിക്ഷക്കാരന്റെ പ്രതികരണം കണ്ടു, വളരെ ധാർമ്മിക രക്ഷത്തോടെ പ്രതികരിക്കുന്നത് കണ്ടു. ഇവിടെ ഈ കടമ്പ്രയാർ എന്ന് പറയുന്ന വളരെ ഈ മനോഹരമായ ഈ കുന്നത്തുനാട് പഞ്ചായത്തിന്റെ ഈ ഭാഗത്ത് കടമ്പ്രയാർ ടൂറിസം പദ്ധതി ഏറ്റവും വലിയ സ്വപ്നത്തോടു കൂടി തന്നെ ഈ നാട്ടുകാർ കണ്ട പദ്ധതി. അതാണ് ഇങ്ങനെ അനക്കമറ്റു പോയത്. അതായത് ഈ കടമ്പ്രയാർ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇവിടെ കൊച്ചി നഗരത്തിലേക്ക് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അത്രത്തോളം മനോഹരമായി കിടന്ന ഈ വളരെ ശുദ്ധജല സ്രോതസ്സായി പലരും കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞ ഇത്തരത്തിൽ കിടക്കുന്നത്. ഇവിടെ ഒരു കാലത്തൊക്കെ ആളുകൾക്ക് വളരെ സമാധാനത്തോടെ വന്നിരിക്കാൻ പറ്റുന്ന ഈ അന്തരീക്ഷം വളരെ മാലിന്യം നിറഞ്ഞ ദുർഗന്ധം അമിക്കുന്ന ഇടമായി മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഈ മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ നിങ്ങൾ തടയാറുണ്ടോ? തടയാറെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് പെറുക്കിക്കൊണ്ട് പോകാൻ ഇവിടെ തടഞ്ഞാൽ ആരെ തടയാനാ? എന്തോരം ആൾക്കാരെ വന്ന് ഇവിടെ വന്ന് ഇതുപോലെ വേസ്റ്റായി കിടക്കല്ലേ, ഈ മാലിന്യമായി കിടക്കല്ലേ. ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് ആരുടെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അപ്പം പിന്നെ അത് നമ്മൾ ആരോട് പറയാനും ആരും പിന്നെ കാണാനും ആരും നിയന്ത്രിക്കാനുള്ളത്? കൊച്ചി എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. ഇങ്ങോട്ട് ഈ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ വന്നുകൊണ്ടിരുന്ന ഭാഗമാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മറ്റ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജൈവ മാലിന്യത്തിന്റെ നിക്ഷേപമല്ല ഈ കടമ്പ്രയാറിനെ ശ്വാസം മുട്ടിക്കുന്നത്. ഇവിടെ ഈ ഇത്രയും ദൂരം പരന്നൊഴുകുന്ന ഈ നദിയിലേക്ക് ആളുകൾ ശുചിമുറി മാലിന്യം നേരിട്ട് നിക്ഷേപിക്കുന്നു. ഫാക്ടറികളുടെ ഔട്ട്ലെറ്റുകൾ, ചെറിയ ഔട്ട്ലെറ്റുകൾ പുഴയ്ക്കടിയിലേക്ക് വെച്ച് രാസമാലിന്യത്തിന്റെ നിക്ഷേപം നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുഴ, ഏറ്റവും മനോഹരമായി ഒരു കാലത്ത് ഒഴുകിയിരുന്ന പുഴ ഇത്തരത്തിൽ ചലനമറ്റ് അനക്കമറ്റ് മഞ്ഞ കളറിൽ കിടക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗത്ത്, നമ്മൾ ഇതിന്റെ തുടക്ക ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്നുള്ള ദ്രാവക രൂപത്തിലുള്ള മാലിന്യവും ഇതിലേക്ക് ഒഴുകി വീഴുന്നു. ഇടയ്ക്ക് കൈവഴികൾ ഒരുപാട് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഈ കൈവഴികളിലെല്ലാം ശുചിമുറി മാലിന്യം ഒരു മടിയുമില്ലാതെ ഫ്ളാറ്റുകളും അതുപോലെ വില്ലകളും എല്ലാം ശുചിമുറി മാലിന്യം ഔട്ട്ലെറ്റുകളിലൂടെ നിക്ഷേപിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്.
കടമ്പ്രയാറിലെ കാഴ്ചയാണ് ഇപ്പോൾ ലേബി സുരേന്ദ്രൻ കാണിച്ചത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഈ കടമ്പ്രയാറിന്റെ അവസ്ഥയിൽ എന്ത് മറുപടി നൽകും എന്നുള്ളത് നമുക്ക് നോക്കാം.